ആന്റണി ബ്ലിങ്കൻ എത്ര പ്രാവശ്യമാണ് ഖത്തർ ഭരണാധികാരിയെ കാണാൻ പോയത്? എത്ര പ്രാവശ്യമാണ് മാർക്ക് റൂബിയോ അതായത് അധികാരം ഏറ്റെടുത്ത ശേഷം ട്രംപ് ദേശം ഒരു പ്രാവശ്യം പോലും ഖത്തർ അഡ്മിനിസ്ട്രേഷനിലോ ഖത്തറിലോ പോയിട്ടില്ല. കാരണം ഖത്തർ ഭരണാധികാരികളോട് വളരെ വളരെ രൂക്ഷമായ രീതിയിലാണ് ഇപ്പോഴത്തെ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ കണക്കാക്കുക. കാരണം ഇതിൻ്റെ എല്ലാം പിറകിൽ ഖത്തറായിരുന്നു. ഈ ഹോസ്റ്റേജസിനെ ഒളിപ്പിച്ചതും ഖത്തറായിരുന്നു. കാരണം ഇവരാണ് ഇതിന് മുഴുവനും വില പേശിയത്. ഇത് പെൻഡാഗിൻ്റെ പേരിലാണ് ഖത്തർ അഡ്മിനിസ്ട്രേഷനെ പൂർണ്ണമായിട്ട് സൈഡ് ലൈൻ ചെയ്തിരിക്കുന്നത്. അതായത് അമേരിക്കൻ അഡ്മിനിസ്ട്രേഷൻ ആരും തന്നെ ഈ ഖത്തറിൻ്റെ കിങ് പല ആവർത്തി അമേരിക്കൻ പ്രസിഡൻറ്റുമായിട്ടും ഈ മാർക്ക് റൂബിയോയിട്ട് സംസാരിക്കാൻ ശ്രമിച്ചിട്ട് പോലും അമേരിക്കൻ അഡ്മിനിസ്ട്രേഷൻ ആ സംസാരത്തിന് പോലും തയ്യാറായില്ല. അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്, സൗദി അറേബ്യയിൽ മാർക്ക് റൂബിയോടുണ്ടായിരുന്നു. ആ സമയത്ത് UAE ഭരണാധികാരിയായിട്ട് നേരിട്ട് പല ആവർത്തി സംസാരവും പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു മറ്റുള്ള അറേബ്യൻ രാജ്യങ്ങളുമായിട്ട്. പക്ഷെ പൂർണ്ണമായിട്ട് ഖത്തറിനെ ഒഴിവാക്കി. കാരണം അവരുടെ ഫോൺ പോലും എൻ്റർടൈൻ ചെയ്യുന്നില്ല. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഹോസ്റ്റേജസ് ഡീല്, അതായത് ഈ ഹോസ്റ്റേജസിനെ വിട്ടാലും ഇല്ലെങ്കിലും, അതായത് ഇത്ര പേർ ഡെഡ് ബോഡി കൊടുത്താലും ഇല്ലെങ്കിലും വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഗാസയിൽ വീണ്ടും ഒരു വാർ ഉണ്ടാകാൻ പൂർണ്ണമായിട്ടും അമേരിക്കൻ സപ്പോർട്ടോടുകൂടി.